അരമനയിൽ നന്നായി സുഖമായി ജീവിക്കുന്ന ബിഷപ്പുമാരുടെ ജീവിതവും ഈ സേവന പ്രവർത്തനത്തിലിറങ്ങുന്ന കന്യാസ്ത്രീകളുടെ ജീവിതം ഒരുപോലെയാണെന്ന് കരുതാൻ പറ്റില്ല. രണ്ടും രണ്ട് തരം ജീവിതമാണ്. അവർക്ക് നിസ്വാർത്ഥമായി അവർ സേവനം അനുഷ്ഠിക്കുകയാണ്. അവർ അനുഭവിക്കുന്ന അവരുടെ അനുഭവം തന്നെയാണ്. ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുന്ന കന്യാസ്ത്രീകൾക്ക് ഇനി അങ്ങോട്ട് മടങ്ങിപ്പോകാൻ ഭയമാണ്. ആ യാഥാർത്ഥ്യം അവിടെ നിൽക്കേ എല്ലാം കഴിഞ്ഞു, എല്ലാം പരിഹരിച്ചു എന്നെങ്ങനെയാണ് പാമ്പ്ലാനി പിതാവ് കരുതുക? ഇത് പരിഹരിക്കപ്പെട്ടു, എല്ലാം കഴിഞ്ഞിട്ടെന്തിനാണ് വീണ്ടും അത് വലുതാക്കുന്നത് എന്ന രൂപത്തിലാണ് പ്രതികരിക്കുന്ന ചിലർ. അത് സത്യമാണോ? അതിനുശേഷം നടന്നല്ലോ ആക്രമണം. അത് നല്ല ക്രിസ്ത്യാനിയല്ല എന്നുകൊണ്ടാണോ? അത് പെന്തക്കോസ്തുകാരാണ് എന്നതുകൊണ്ടാണോ? അതിൽ പ്രതികരിക്കേണ്ടതില്ല. അപ്പോൾ ഇതിലൊക്കെ തന്നെയും ഓരോ വിഭാഗമുണ്ടെന്നേ. ഇപ്പോൾ ഹിന്ദുക്കളിൽ നായർ തീയർ എന്ന രൂപത്തിൽ കാണുന്നുണ്ടോ എന്ന് സംശയം ചോദിക്കുന്ന പോലെ സഭാ നേതൃത്വവും ഞങ്ങളിൽ എലീറ്റ് ആരാണ്, താഴെക്കിടയിൽ നിൽക്കുന്നവരാരാണ്, ഞങ്ങൾ ആർക്കു വേണ്ടി ശബ്ദിക്കണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ശബ്ദിക്കുമ്പോൾ അവിടെ അടികൊള്ളുന്നവർ അടികൊണ്ടുകൊണ്ടേയിരിക്കും. അതിൽ ഈ പറയുന്ന സിറോ മലബാർ സഭയാണോ നോക്കിയിട്ടല്ല ബജറംഗ് ദൾ അടിക്കുക. അടി ഇനിയും വരുമ്പോൾ വീണ്ടും പോയി പരിഹരിച്ച് സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ കഴിയുമോ? യഥാർത്ഥത്തിൽ കന്യാസ്ത്രീകളെ ആക്രമിച്ചത് തന്നെയാണോ സഭയുടെ പ്രശ്നം? അതല്ല പ്രശ്നം. കേസുകളാണ് പ്രശ്നം. ഇവിടെ മൂടി വെക്കപ്പെട്ട ഒരു കേസുണ്ടല്ലോ, നേരത്തെ ഒരു അന്വേഷണം കേന്ദ്ര സംഘം എത്തിയ ഒരു കേസുണ്ടല്ലോ, അതെന്തായി? ഓർഗനൈസറിൽ വന്ന ലേഖനമുണ്ടല്ലോ, ആ ലേഖനത്തിന് ശേഷം പിന്നീട് അത് പിൻവലിക്കുന്നു. എങ്ങനെ പിൻവലിക്കുന്നു? കേരളത്തിൽ നിന്നും ഇവിടെ ക്രിസ്ത്യൻ വോട്ട് കൂടി കിട്ടിയാലേ കാര്യങ്ങൾ ശരിയാകൂ എന്നുള്ള കാര്യം അവിടെ പറയുമ്പോൾ പിന്നീട് ആ ലേഖനം പിൻവലിക്കുന്നു. പക്ഷേ അതിനിടയ്ക്ക് തന്നെ ഇവിടെ സഭാ സ്വത്തുക്കൾ സംബന്ധിച്ചുള്ള കൃത്യമായ കണക്കൊക്കെ അവിടെ അമിത്ഷായുടെ കയ്യിലുണ്ടെന്നേ.